എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഞാനിപ്പോൾ നിൽക്കുന്നത് കിച്ചണിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കിച്ചണിൽ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റെസിപ്പി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഏതാ റെസിപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ഒരു കിലോ ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അപ്പോൾ നാട്ടിലുള്ള എല്ലാവരും ബീഫ് എങ്ങനെ വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഓയിലൊക്കെ ചേർത്ത് അത്യാവശ്യം നല്ല ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റി അങ്ങനെയാണ് വെക്കാറ്. മസിൽ ബിൽഡിങ്ങിനും ബോഡി ബിൽഡിങ്ങിനും വേണ്ടിയിട്ട് ബീഫ് എങ്ങനെ ടേസ്റ്റി ആയിട്ട് റെഡിയാക്കാന്ന് അധികം അറിവില്ല. പക്ഷെ ഞാനിവിടെ ഉണ്ടാക്കുന്നത് കുറച്ച് ടേസ്റ്റി ആയിട്ടാണ്. പക്ഷെ അതിൽ നമ്മൾ ഓയിൽ ഒട്ടും യൂസ് ചെയ്യണില്ല, ഓയിൽ കുറവാണ്. പിന്നെ നമ്മൾ വെജിറ്റബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്, മീൻസ് ലൈക്ക് ഒനിയനും ടൊമാറ്റോ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കണതെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, കുറച്ച് നേരത്തെ പണിയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബീഫ് എടുക്കുക നമ്മുടെ. സോ ഇത് മാരിനേറ്റ് ചെയ്ത ബീഫാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ എന്തൊക്കെ ചേർത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫിൻ്റെ അകത്ത് പെപ്പർ, മീറ്റ് മസാല, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് സോയാ സോസ് അതും കൂടെ വെച്ച് മിക്സ് ചെയ്തു. അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് സവാള അരിഞ്ഞിട്ടു, കുറച്ച് ഇനിയിപ്പോൾ ഇടാൻ പോകുന്നത് തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ അരിഞ്ഞ് മിക്സ് ചെയ്യുന്നത് നന്നായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് കുക്കിംഗ് എന്നുള്ള പ്രോസസ്സിലേക്ക് കടക്കുന്നത്. ഇതാണ് ബീഫ്, കണ്ടോ, കാണാൻ പറ്റുന്നത് അങ്ങനത്തെ കണ്ടോ, ഇത് രണ്ടും. ഇത് ഞാൻ മാരിനേറ്റ് ചെയ്തിട്ടില്ല. ഇത് ഞാൻ ഒരു 500 ഗ്രാം എടുത്ത് മാറ്റി വെച്ചേക്കണം ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട്, നാളത്തേക്കുള്ളതാണ്. സോ ഇന്നൊരിപ്പോൾ 500 ഗ്രാം ഉണ്ടാക്കുന്നുള്ളൂ, ഇന്നത്തെ ഉപയോഗത്തിന് അത് മാത്രമേ ഉള്ളൂ. സോ ഇതാണ് ഇത് മാരിനേറ്റ് ചെയ്ത ബീഫ്. സോ ഇതിൽ ചേർത്തേക്കുന്നത് പെപ്പർ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല, പിന്നെ ഉപ്പ്. പിന്നെ ഇനി ബാക്കി ചേർക്കാനുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ചേർക്കണേന്ന്. ഇപ്പോൾ സവാളയും കുറച്ച് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്, ബാക്കി സവാള ഇട്ടിരിക്കുകയാണ്, അത് അരിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർക്കണം. ഈ സാധനം ഇതിലോട്ട് ചേർക്കണം. ആണ് സോ ഇത് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞിട്ടുണ്ട്, കണ്ട, ഇത് ചെറിയ ചെറിയ ചോപ്സ് ആയിട്ട് അരിഞ്ഞാണ്. ഇത് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോവാം, കണ്ട, ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഓക്കെ, വെള്ളം ഇതിൻ്റെ അതിലേക്ക് ചേർക്കാം. ഒരു ഗ്ലാസ് വെള്ളം ചേർത്തു. കുറച്ചുകൂടെ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം വെച്ച് കഴിഞ്ഞാൽ ബീഫ് അതിൻ്റെ ഉള്ളിൽ മൂടി നിൽക്കണം, എന്നാലാണ് കുറച്ചൊന്ന് വെള്ളം മുകളിൽ പൊന്തി നിന്നാലാണ്. വിസിൽ കുറേ അടിച്ച് കഴിയുമ്പോഴത്തേക്കും വെള്ളം വറ്റിയിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് ഗ്രേവി ടൈപ്പ് കിട്ടണമെങ്കിൽ കുറച്ച് വെള്ളം ജസ്റ്റ് ഒന്ന് മുകളിൽ നിൽക്കണം. ഇതിനെ അടച്ചു വെക്കണം. നമ്മളത് കഴിഞ്ഞിട്ടൊരു 15 വിസിലോ അതിന് മുകളിലുള്ള, മീൻസ് ലൈക്ക് അതിലും കൂടുതൽ വിസിലോ അടിക്കാം നമുക്ക്. ഞാൻ ഒരു മാക്സിമം ഒരു 18 വിസിലാണ് കൊടുക്കാറ് 15-ന് പകരം. ഇതിൻ്റെ വേവ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ചില മീറ്റിനൊക്കെ വേഗം കുറച്ച് പാടാവും. അപ്പോൾ ഒരു സേഫ്റ്റിക്കൊരു 17-18 വിസിൽ ഞാൻ എന്തായാലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. കുക്കർ മൂടി വിസിൽ ബീഫ് കുക്കറിൻ്റെ അകത്ത് അടച്ചു വെച്ചു. ഇനിയിപ്പോൾ ഒരു 15-18 വിസിൽ എന്തായാലും പോകണം. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ബീഫ് റെഡി ആയിട്ടുണ്ട്, കണ്ട, ഇതാണ് ബീഫ്. ഞാൻ പറഞ്ഞില്ലേ, വെള്ളം കുറച്ചുകൂടെ കൂടുതൽ ഒഴിക്കുകയാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം വറ്റിപ്പോയി ചാറ്. പക്ഷെ എന്നാലും ഉണ്ട്, ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ബീഫ് ഇത് ഈ ഒരു രീതിയിൽ വേകണം, ഉണ്ടോ. എടുക്കുമ്പോൾ തന്നെ ഒരു എന്താ സോഫ്റ്റ്നെസ് ഉണ്ടാവും. ആ ബീഫ് വെന്ത് കഴിയുമ്പോൾ ആ ഹാർഡ്നെസ് ഉണ്ടാവില്ലേ, വേവാതിരിക്കുമ്പോൾ ഒരു ഹാർഡ്നെസ് ഉണ്ടാവില്ലേ, സോറി, അത് പോകണം. അപ്പം ബീഫ് നല്ല സ്മൂത്തായിട്ട് ചൂവബിളായിട്ട് ഇറങ്ങി പോകണം. അപ്പം ആ രീതിയിൽ വേണം വേവാനായിട്ട്. അതാണ് ഞാൻ ഇത്രയും വിസിലടിപ്പിച്ചത്, മനസ്സിലായോ. അപ്പോൾ ഇതാണ്, ഇത് കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ ബീഫ് കറി. കണ്ടിട്ട് കൊതിയായിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ടല്ലേ.
അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. പിന്നെ ഇത് നിങ്ങളുടെ ബോഡി ബിൽഡിംഗ് ഫ്രണ്ട്സിനോ മസിൽ ബിൽഡിങ് ചെയ്യുന്ന ഫ്രണ്ട്സിനോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബീഫ് കഴിക്കുന്ന ഫ്രണ്ട്സോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, ഹെൽത്തി ആയിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഇനിയുള്ള മുമ്പോട്ടുള്ള വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. കൂടുതൽ റെസിപ്പീസ് ഞാൻ ആഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ടാറ്റ, ബൈ ബൈ.